അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ നമ്മുടെ എവിടെ നിന്ന് നമ്മൾ എടുത്ത് ആ ഒരു ഏരിയ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റി കിടത്തുക. അതായത് നമ്മുടെ സേഫ്റ്റിയും ആ വ്യക്തിയുടെ സേഫ്റ്റിയോട് നോക്കിയിട്ടാണ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫസിൽ കിടത്തുക. അതിനുശേഷം നമ്മുടെ ആ വ്യക്തിയുടെ സൈഡിലോട്ട് പോയിട്ട് നമ്മുടെ 2 കൈയും ചേർത്ത് വെച്ചിട്ട് നെഞ്ച് നടുവിലായിട്ട് നമ്മൾ കൈ കൊണ്ട് ആഞ്ഞമർത്തുക. അപ്പം അമർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏകദേശം ഒരു 100 മുതൽ 120 റേറ്റ് വരെ, അത് ഒരു മിനിറ്റിൽ 120 തവണ പ്രസ് ചെയ്യുന്ന രീതിയിൽ അത്രയും സ്പീഡിൽ നമ്മൾ അമർത്തണം. 1-2 തവണ കൗണ്ട് ചെയ്ത് അമർത്താം, അല്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും ഏകദേശം ആ ആളുടെ നെഞ്ചിന്റെ ഒരു 3-1 താഴുന്ന രീതിയിൽ അത്രയും ആഞ്ഞമർത്തണം. നമ്മൾ 2 കൈയും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ എൽബോസ് സ്ട്രൈറ്റ് ആയിരിക്കണം. നമ്മുടെ ഷോൾഡർ ഈ വ്യക്തിയുടെ നെഞ്ചിന് മുകളിൽ വരണം. നമ്മുടെ എൻ്റയർ ബോഡി വെയിറ്റ് ഉപയോഗിച്ചാൽ നമ്മൾ കംപ്രസ് ചെയ്യാം. നമ്മൾ കൈ കൊണ്ട് കംപ്രസ് നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും, ഒരിക്കലും നമുക്ക് ആ ഒരു പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ വെയിറ്റും കൂടി, അതെ, നമ്മുടെ എൻ്റയർ ബോഡി വെയിറ്റ്. അപ്പൊ നമ്മുടെ മൂവ്മെന്റ് വരുന്ന ഹിപ്പിൽ നിന്നായിരിക്കും. അപ്പൊ നമ്മൾ ആ പേഷ്യന്റെ ബോഡിയിലോട്ട് ചാഞ്ഞ് നമ്മുടെ കംപ്ലീറ്റ് ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു 100 മുതൽ 120 വരെ റേറ്റിൽ കംപ്രസ് ചെയ്യുക. ആ ആളുടെ ചെസ്റ്റിന്റെ ഒരു 1/3 ഭാഗം താഴ്ന്ന രീതിയിൽ, ഏകദേശം 5 സെന്റിമീറ്ററോളം താഴ്ന്ന രീതിയിൽ കംപ്രസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഇതിലുള്ള ശ്വാസം എടുക്കണമെന്ന് നോക്കുക. ശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ശ്വാസം എടുക്കുന്നില്ല, ആൾ അനക്കമൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക, ആംബുലൻസ് വരുന്നത് വരെ. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ അടുത്തൊരു ഹെൽപ്പ് വരുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ക്ഷീണിക്കുകയാണെങ്കിൽ അടുത്തുള്ള ഒരാളെ ഇത് ഏൽപ്പിച്ച് ആ ആൾക്ക് പറ്റുമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം.